ചില മനുഷ്യർ മരിച്ചു പോകും, പക്ഷെ അവരുടെ ഓർമ്മകളും സാന്നിധ്യവും എന്നും മായാതെ മരിക്കാതെ നിലനിൽക്കും. ഇന്നും നമ്മുടെ നാടുകളിലൂടെ, നമ്മുടെ അങ്ങാടികളിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ ആംബുലൻസുകളിലും ഹോസ്പിറ്റലുകളിലും ചുമരുകളിലും നമുക്ക് ആ ഫോട്ടോ കാണാം, ആ മഹാനായ മനുഷ്യൻ്റെ ഫോട്ടോ. കേരളത്തിൽ പകരം വെക്കാനില്ലാത്ത ആ ജനനായകൻ്റെ ഫോട്ടോ. അതെ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിച്ചിട്ട് ഇന്നേക്ക് 17 വർഷം തികയുകയാണ്. തങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വരുന്നത് 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് സംഘപരിവാർ പോലീസിന്റെ ഒത്താശയോടുകൂടി തച്ച് തകർക്കുമ്പോൾ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ സമുദായങ്ങൾക്കിടയിൽ എന്തും സംഭവിക്കാമെന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായപ്പോൾ തങ്ങൾ പറഞ്ഞത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് തെറ്റാണെന്നും അതിനെതിരെ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്താമെങ്കിലും അതിൻ്റെ പേരിൽ കേരളത്തിലെ ഒരു ഹിന്ദുവിൻ്റെ വീടിന് മുകളിലും ഒരു കല്ല് പോലും വീഴരുതെന്നും വേണമെങ്കിൽ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും മുസ്ലിങ്ങൾ കാവൽ നിൽക്കട്ടെ എന്ന സമാധാനത്തിന്റെ വാക്കുകളായിരുന്നു. അങ്ങാടിപ്പുറത്തെ തളിക്ഷേത്രത്തിന്റെ ഗോപുരവാതിലുകൾ ഏതോ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് കത്തിച്ചപ്പോൾ അവിടെയും ആദ്യമായി ഓടിയെത്തി സമാധാനാന്തരീക്ഷം സൃഷ്ടിച്ചതും മഹാനായ തങ്ങളവറുകളായിരുന്നു. 34 വർഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി അമരക്കാരനായി പ്രവർത്തിച്ച മഹാനായ തങ്ങളവറുകൾ വെറുമൊരു രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നില്ല. മതസൗഹാർദ്ദത്തിനും വിദ്യാഭ്യാസത്തിനും സാമൂഹ്യ സേവനത്തിനും വലിയ പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ളവർക്കും ഇതര സമുദായങ്ങൾക്കും വരെ തങ്ങളേറെ പ്രിയപ്പെട്ടവരായിരുന്നു. എല്ലാവർക്കും തോന്നിപ്പോകും തങ്ങൾ എൻ്റേതാണ് എന്ന്. അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു തങ്ങളുടെ പെരുമാറ്റവും ജീവിതവും. നാഥൻ തങ്ങളോടൊപ്പം നമ്മെ ഏവരെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ.